എല്ലാരോടും പോയിട്ട് എന്റെ സങ്കടങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. എല്ലാരും എന്റെ സങ്കടങ്ങൾ കേൾക്കാൻ പോകുന്നില്ല. ചിലപ്പോ കേട്ടിരിക്കും, പക്ഷെ എനിക്ക് ആ സങ്കടം മനസ്സിലായിന്ന് വരൂല. നമ്മളെ സങ്കടം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേ സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയ ആൾക്കാരെ കൂടെ കുത്തിരിക്കണം. എല്ലാന്നുണ്ടെങ്കിൽ പടച്ചോണിലേക്ക് പോകണം. എടാ, കുറെ പൈസ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ കുറെ ആഡംബര കാറ് വാങ്ങി വലിയ വീടുണ്ടാക്കി കുറെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി ഒരുപാട് പ്രൗഢിയൊന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ജീവിതത്തിൽ സമാധാനമാണ്. സമാധാനം ഈസ് എവറിത്തിങ്. സമാധാനം ഇല്ലേ, പോയി ഇതൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത് പറ്റിപ്പോയതൊക്കെ പോട്ടെ, സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതല്ലേ. ഇത്രയും മനുഷ്യന്മാർ നിന്നെ ഒറ്റപ്പെടുത്തിയിട്ട് മനുഷ്യന്മാരൊക്കെ തള്ളി തള്ളി നിന്നെ പുറകിലാക്കിയിട്ട് ഓരോ വേദിയിൽ നിന്ന് നാണം കെടുത്തിട്ടും നിനക്ക് മനസ്സിലായില്ല. അവിടെ മനുഷ്യന്മാര് തള്ളി പുറകിലായി കഴിഞ്ഞാലും നിന്റെ പടച്ച തമ്പുരാൻ നിന്നെ തള്ളി മുമ്പിലേക്കാക്കും. കാരണം എന്താ പറയാ, പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നീ പടച്ചവനോട് പറ. നിന്റെ വിഷമങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഈ ദുനിയാവിൽ ഒരു മനുഷ്യന്മാർ പോലും ഉണ്ടാവില്ല. പക്ഷേ നിനക്ക് ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും എത്ര പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും നിന്റെ പടച്ച തമ്പുരാന് മുമ്പിലുണ്ടാവും. എടാ, അതിനൊക്കെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ. എത്രയോ പ്രയാസപ്പെട്ട് ഇനി ആരോടിന്റെ വിഷമങ്ങൾ പറയാൻ ഒരു റൂം അല്ലെങ്കിൽ ഒരറ അല്ലെങ്കിൽ ഒരു വാതിൽ കാണാതായപ്പോൾ ഞാൻ ആ പാതയാക്കിയിരുന്നിട്ട് പടച്ചവനോട് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം സ്മൂത്താവാൻ തുടങ്ങി. എല്ലാവരും തള്ളിപ്പറഞ്ഞ് മനുഷ്യന്മാര് തള്ളിപ്പറഞ്ഞ ഇടത്തിലേക്കൊക്കെ പടച്ചോൻ എന്നെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ട്രസ്റ്റ് അല്ല, പടച്ചോനിൽ വിശ്വസിക്ക്, എല്ലാം സ്മൂത്താവും. പ്രയാസപ്പെടണ്ട. ഞാന് നമ്മളെ പള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് അവിടെ ഒരു കാലില്ലാത്ത മനുഷ്യൻ വന്നിട്ട് നിസ്കരിക്കലുണ്ട്. ഒറ്റ കാലിൽ നിന്നിട്ട് അദ്ദേഹം നിസ്കരിക്കാൻ പാടുപെടുന്നത് ഞാനിങ്ങനെ കാണാറുണ്ട്. അദ്ദേഹത്തിനോട് ഒരു ദിവസം ഞാൻ ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു. ജീവിതത്തിൽ സമാധാനം എന്താണെന്ന് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങിയത് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോഴാണെന്നുള്ളത്. ഇവിടെ കാലില്ലെങ്കിലും കൈയില്ലെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിലും ജീവിതത്തിൽ സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം വേണമെന്നുണ്ടെങ്കിൽ നിസ്കാരമാണ്. എടാ, ഞാനും നീയൊക്കെ എന്ത് എക്സ്ക്യൂസാ പടച്ചവനോട് പറയാം. എടാ, നിസ്കാരമുള്ള സമാധാനം പറയുന്നത് മനസ്സിലാക്കി ഒരു 5-6 ദിവസം നീ ഒന്ന് നിസ്കരിച്ച് നോക്ക്. ജീവിതത്തിൽ സമാധാനം എന്താന്നുള്ളത്, പീസ്ഫുൾ എന്താന്നുള്ളത് നീ തിരിച്ചറിയും. എന്നോട് യോജിപ്പുണ്ടാവാം, ഈ കാര്യത്തിൽ ചിലപ്പോൾ വിയോജിപ്പുണ്ടാവാം. പണമാണോ സ്നേഹമാണോ വലുതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയും ഇന്നത്തെ കാലഘട്ടത്തിൽ പണമാണ് വലുത് എന്നുള്ളത്. സ്നേഹത്തിനൊന്നും ഒരു വിലയുണ്ടാവില്ലടാ. കാരണം ചില പാർട്ട്ണർമാര് പറ്റിച്ചു പോയി. എല്ലാന്നുണ്ടെങ്കിൽ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ വീട്ടില് വിലയില്ല, സ്നേഹിക്കാൻ ആളില്ല, അതുപോലെ തന്നെ പൈസ ഇല്ലാത്തതിന് ഒരു കമ്പനിക്കാരുടെ ഇടയിൽ വിലയില്ല, കുടുംബക്കാര് മാറ്റി നിർത്തുന്നത്, സമൂഹം തന്നെ എന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. എടാ, മേക്ക് മണി മേക്ക് പവർ. പവർ വേണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. പൈസ ഉണ്ടായി കഴിഞ്ഞാൽ 1000-കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ നിന്നെ സ്നേഹിക്കാനുണ്ടാവും. അതുകൊണ്ട് നമ്മളൊക്കെ മൂഞ്ചി പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അവരെ മുമ്പിലൊക്കെ നമ്മളൊക്കെ മൂഞ്ചിപ്പിച്ച ആൾക്കാരുണ്ടല്ലോ, ഓലൊക്കെ വട്ടത്തിലിരുന്ന് മൂഞ്ചുന്ന ഒരു സമയം വരും. അപ്പൊ അതുകൊണ്ട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, പൈസ ഉണ്ടായിക്കോ. പൈസ നല്ല രീതിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ കൈമരുണ്ടാവും. പിന്നെ ഒരു കാര്യം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ച് കാണാൻ 150 ആൾക്കാർ ചുറ്റുണ്ടാവും. അവരെ മുമ്പിലൊക്കെ വിജയിച്ച് കാണിച്ചു കൊടുക്കേണ്ടിയാണ് നമ്മളെ കഴിവ്. പ്രശ്നങ്ങൾ വരടാ, കുന്നോളം പ്രശ്നങ്ങൾ വന്നാൽ അത് കുന്നിക്കുരു പോലെ കണ്ടിട്ട് മുന്നോട്ട് പോവാം. നഷ്ടപ്പെടാനൊന്നുമില്ല, ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്.